ഈ പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ജെയ്സൺ, ഇതിൽ ഈ പറവൂർ മണ്ഡലത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പദ്ധതിയാണ് പുനർജനി. ആ പുനർജനി പദ്ധതിയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും തരത്തിൽ ആ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ല, അത് ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 19 കോടിയിലധികം രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പിരിച്ചു. അതവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നെയ്ത്ത് യന്ത്രങ്ങൾ വാങ്ങാനും സ്കൂളുകൾക്കും വീടുകൾക്കുമായിട്ട് ഉപയോഗിച്ചതാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ത് ചട്ടലംഘനം നടത്തി എന്നുള്ളതായിരുന്നു അങ്ങയുടെ പരാതി. അതിലിപ്പോൾ വിജിലൻസ് അങ്ങയുടെ പരാതി ശരിവെച്ച് ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ജെയ്സൺ, ഇതിനകത്ത് ആ പൈസ എന്ത് ചെയ്തു എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം തന്നെ, ഈ ഒരു വ്യക്തിക്ക് ഈവൻ അരുണ് തന്നെയോ എനിക്ക് തന്നെയോ വിദേശത്ത് പോയി പൈസ പിരിക്കണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പെർമിഷൻ ആദ്യം വാങ്ങണം. രണ്ടാമത് റിസർവ് ബാങ്കിന്റെ പെർമിഷൻ വാങ്ങണം. മൂന്നാമത് ഈ പറയുന്ന അത്തരത്തിലൊരു കാര്യം ചെയ്തു വെച്ചാൽ അത് ഫെറാപ്പെമാല് നിയമ ലംഘനമാണ്. അങ്ങനെ 3 നിയമ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടാണ് ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ പോയി ജനങ്ങളിൽ നിന്ന് പരസ്യമായി ഒരു പ്രോഗ്രാമിന് പൈസ ചോദിച്ച് ഒരാളിൽ നിന്ന് 50 പൗണ്ട് വെച്ച് പൈസ പിരിച്ചതും അത് കിട്ടിയെന്ന് പറവൂരിൽ നടക്കുന്ന പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ എല്ലാ രേഖകൾ, അതായത് ഇങ്ങേർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ളതിന്റെ രേഖ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം കൊടുത്ത പരാതി CBIക്കാണ്. അതിൽ പ്രാഥമിക കഴമ്പുണ്ടെന്ന് പറഞ്ഞ് അന്വേഷിക്കാനാണ് വിജിലൻസിന് കൊടുത്തത്. അപ്പോ അവരന്വേഷിച്ചപ്പോൾ അതിന് 4 വർഷത്തെ സമയമെടുത്തു എന്നുള്ളത് ഖേദകരമാണ്. അങ്ങനെ 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോ അതിലൊരു CBI എൻക്വയറി വേണമെന്നും അതുപോലെ തന്നെ ഞാൻ EDക്കും പരാതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം വലിയ നിയമവിരുദ്ധമായിട്ടുള്ള ഫെറയുടെയും ഫെനയുടെയും വലിയ നിയമവിരുദ്ധ ലംഘനമാണ്. കിട്ടിയ പൈസ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ പിന്നീട് വരുന്ന ചോദ്യങ്ങളാണ്. ഇത്തരത്തിൽ പൈസ പിരിക്കാൻ പാടില്ലാത്ത പൈസ നിയമലംഘനമായിട്ട് പിരിച്ച് നടത്തി. ജെയ്സൺ പാനിക്കുളങ്ങര, ഇതിൽ FCRA ചട്ടം 3(2)A ആണ് ലംഘിച്ചതെന്ന് പറഞ്ഞു, അങ്ങനെ വിശദമാക്കി. അതിൽ ED 2023 അന്വേഷണം തുടങ്ങിയതല്ലേ, അതെവിടം വരെ എത്തി ശ്രീ? ED അന്ന് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് ഈ പ്രൊസീജിയർ അനുസരിച്ചിട്ട് CBIയുടെ ഒരു ഇതിന് കൊടുത്തിരുന്നു സാങ്ഷൻ സംസ്ഥാന സർക്കാരിന്റെ. അതൊക്കെ കാരണം ഇങ്ങനെ സാമാജികൻ എന്ന നിലയിലുള്ള സതീശന് കിട്ടുന്ന പ്രിവിലേജ് ഉണ്ട്. അപ്പൊ ആ പ്രിവിലേജ് കവർ ചെയ്തുകൊണ്ട് സ്പീക്കറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് പെർമിഷൻ കൊടുക്കണം. അത് ഇന്നുവരെ കൊടുത്തിട്ടില്ല. അപ്പോ ഈ കേസ് അന്വേഷിക്കേണ്ടത് തന്നെ CBI ആണ്, EDU അല്ല. വിജിലൻസ് ആണ്, സോറി, CBI ആണ് കേസ് അന്വേഷിക്കേണ്ടത്. അതിന്റെ പ്രധാന കാരണം യൂറോപ്പിലുള്ള രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും പോയി പൈസ പിരിച്ചു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതായത് പറവൂരിൽ ഈ പൈസ കൊണ്ടുവന്നു, ആ പൈസ ആളുകൾക്ക് കൊടുക്കുന്നു. അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള സംഗതി 2018 ഫെബ്രുവരിയിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റിനോട് ഇത്തരത്തിൽ പൈസ പിരിക്കാനായിട്ടുള്ള അനുമതി ചോദിച്ചത് പോലും കൊടുക്കാത്ത സാഹചര്യത്തിലാണ് അന്ന് വെറും ഒരു MLA ആയിരുന്ന ഇദ്ദേഹം പോയി പൈസ പിരിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, അതിനകത്ത് അങ്ങേക്ക് ക്ലാരിറ്റി വരുത്താവുന്നതാണ്. നേരിട്ട് സ്വന്തം അക്കൗണ്ടിലേക്കല്ല, മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് പുനർജനി പദ്ധതിക്ക് വേണ്ടിയിട്ട് പണം പിരിക്കുകയും അത് വിദേശത്തു നിന്നുള്ളൊരു ട്രസ്റ്റിൽ നിന്ന് 19,95,00,000 രൂപ മാറി എന്നുള്ളതാണല്ലോ കേസ്. ഇതിൽ ഈ മണപ്പാട്ട് ഫൗണ്ടേഷനിൽ നമ്മുടെ VD സതീശൻ അംഗമല്ല എന്നൊരു ന്യായം വേണമെങ്കിൽ പറയാമല്ലോ. മണപ്പാട്ട് ഫൗണ്ടേഷനുമായി ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അല്ല എന്റെ കേസ്. എന്റെ കേസ് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ വിദേശ രാജ്യത്ത് പോയി പൈസ പിരിച്ചു. ആ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും പൈസ പിരിക്കാൻ മനസ്സിലായി. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പോ പ്രതിപക്ഷ നേതാവ് അവിടെ പോയി പറയാണ്, ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ പുനരുദ്ധരീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ കൊടുക്കണം കേട്ടോ എന്നു പറഞ്ഞാൽ അത് എങ്ങനെയാണ് FCRAയുടെ ലംഘനമായി തീരുക? കാര്യം നേരിട്ട് അദ്ദേഹം പൈസ പിരിച്ചിട്ടില്ല.
അല്ല, നേരിട്ടാണ് ഒരു കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം ഏകദേശം 100ഓളം വരുന്ന ആളുകളോട് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ 50 പൗണ്ട് വെച്ച് ഓരോരുത്തരും തരണം. ആ പൈസയാണ് ഞാൻ കൊണ്ടുപോയി വിതരണം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈവൻ ഒരു പത്രപ്രവർത്തകന് പോലുമോ ഒരു പൊതുപ്രവർത്തകന് പോലും കഴിയില്ല. നേരിട്ട് പിരിക്കാൻ കഴിയില്ല. അങ്ങ് പറഞ്ഞതുപോലെ FCRA 32A പ്രകാരം ഒരു പത്രപ്രവർത്തകന് കഴിയില്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കഴിയില്ല, ഒരു പൗരന് പോലും ആ അർത്ഥത്തിൽ വിദേശത്ത് പോയി പണം പിരിക്കാൻ കഴിയില്ല മുൻകൂർ അനുമതിയില്ലാതെ. അത് ശരിയാണ്. പക്ഷെ പണം ഇദ്ദേഹം നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല എന്നൊരു വാദം വേണമെങ്കിൽ ഉന്നയിക്കാമല്ലോ. അത് രാവിലെ 8 മണി വരെ കട്ടിട്ട് 9 മണിക്ക് പിടിച്ചു കഴിയുമ്പോ പറയണ പരിപാടിയാണ്. രാവിലെ 8 മണി വരെ കളവ് നടത്തി 9 മണിക്ക് പോലീസ് പിടിക്കുമ്പോൾ പറയാണ് ഞാൻ 8 മണി വരെ കട്ടുള്ളൂ, ഇപ്പൊ 1 മണിക്കൂറായിട്ട് കട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അത് ശരിയാവുന്നൊരു സംവിധാനമല്ല. നിയമം ആദ്യം ലംഘിച്ചോ ഇല്ല എന്നുള്ളതാണല്ലോ. ആ നിയമലംഘനം നടത്തിയിട്ടുണ്ട് സതീശൻ. അതിനാണ് ആദ്യം അന്വേഷണം നടക്കുന്നത്. ഓക്കെ ജെയ്സൺ, ഇതിപ്പോ മുഖ്യമന്ത്രി കൈമാറും, മുഖ്യമന്ത്രി CBIക്ക് കൈമാറും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കാര്യം ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം, സർക്കാരിന്റെ ഡിസിഷനാണ് വേണ്ടത്. വിജിലൻസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിയിട്ട് 6 മാസമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിന്റെ പിറകിൽ 3 പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഈ ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല ഈ പരാതിയുടെ പ്രധാനമായിട്ട് വരുന്നത്. കാതിക്കുടം നിറ്റ ജലാറ്റിൻ സമരസമിതിയാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. കാരണം നിറ്റ ജലാറ്റിൻ സമരസമിതി കൊടുക്കാൻ തന്നെ കാരണം അവിടുത്തെ വലിയ ഒരു പാരിസ്ഥിതിക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശൻ അതിന്റെ ഈ ട്രേഡ് യൂണിയൻ നേതാവാണ്. ആ കമ്പനിയെ കുറിച്ച് ഞങ്ങൾക്ക് അവിഹിതമായി ഒട്ടേറെ പരാതികൾ സതീശനെ കുറിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് നിറ്റ ജലാറ്റിൻ കമ്പനിയുടെ സമരസമിതി നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഞാനും ശ്രീ അനിൽകുമാറും പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ എന്റെ പേര് കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്നെന്ന് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോ അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ വഴി തെറ്റിച്ചു കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി. അല്ല, ഇത് കേസ് എടുക്കണം, അതായത് CBIക്ക് വിടണം എന്ന് തന്നെയാണ് അങ്ങ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് അല്ലേ? ഒരു സംശയവും ഇല്ല അതിനകത്ത്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കിട്ടാത്ത പ്രിവിലേജ്, ഡോക്ടർ അരുണിന് കിട്ടാത്ത പ്രിവിലേജ്, എനിക്കില്ലാത്ത പ്രിവിലേജ് ഒരു MLAക്ക് എങ്ങനെയാ പ്രിവിലേജ് കിട്ടും? അത് നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രിവിലേജ് ആർക്കും ഇല്ല. നിയമം ലംഘിച്ചാൽ എല്ലാവരും തുല്യരാണ് നിയമത്തിന്റെ മുമ്പിൽ. അപ്പൊ അത്തരത്തില് ഈ പ്രതിപക്ഷ നേതാവ് പോലും എല്ലാം ചെയ്യുമ്പോ അതെന്റെ വീഡിയോസ് ഉണ്ട് അവിടെ പോയി പൈസ ചോദിക്കുന്നതിന്റെ. പിന്നെ ഇതെല്ലാം അങ്ങ് ഈ വിജിലൻസിന്റെ മുൻപിൽ കൊടുത്തിരുന്നു അല്ലേ? EDക്ക് മുന്നിലും ഈ തെളിവുകളെല്ലാം കൊടുത്തതാണല്ലേ? എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ED ഇതിനകത്ത് 2ാമത് വരുന്ന ഏജൻസിയാണ്. വിജിലൻസ് ആണ് തീരുമാനിക്കേണ്ടത് അവരന്വേഷിക്കണോ വേണ്ടതില്ല. അവർക്ക് ഞാൻ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ മിനിസ്റ്റർ എനിക്ക് തന്നിട്ടുള്ള കത്തുണ്ട്. ഞാൻ വിവരാവശ്യപ്രകാരം ചോദിച്ചപ്പോൾ അതിനകത്ത് ഞാൻ ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു വ്യക്തിക്ക് പോയി പൈസ പിരിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ടോ? അവർ പറഞ്ഞത് ഇല്ല, VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തിട്ടില്ല. RBIക്കും കൊടുത്തിട്ടില്ല, CBI ആ ഒരാളിൽ നിന്ന് ഇന്ത്യയിൽ ഒരാൾ പറഞ്ഞിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പോകുന്നു, ഇദ്ദേഹം പൈസ ചോദിക്കും, പൈസ വാങ്ങിക്കുന്നു, അത് എവിടെയൊക്കെയോ ചെലവാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ശരിയാവണെങ്ങനെ? RBIക്ക് കൊടുക്കണ്ടോന്ന് ചോദിക്കും, RBIയുടെ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ട് RBI റിട്ടേൺ വാങ്ങിയെന്നത് ചോദിക്കും. ഇതൊക്കെയാണല്ലോ നിയമപരമായ ഒരു രാജ്യത്ത് നടക്കുന്നത്. എനിക്ക് മാത്രം നിയമമില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? ശരിയാണ്. താങ്ക് യു ജെയ്സൺ സഹകരിച്ചതിന്. ജെയ്സൺ പാനിക്കുളങ്ങരയാണ് പരാതിക്കാരനാണ്, മുഖ്യ പരാതിക്കാരനാണ്. അവർ 2-3 പേര് ഈ പരാതി കൊടുത്തിരുന്നു. വിജിലൻസ് 6 മാസം മുമ്പ് സമർപ്പിച്ച ശുപാർശയാണ്. ഇതിന്മേൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയേണ്ടത്. FCRA ചട്ടലംഘനം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ജെയ്സണും ആവർത്തിക്കുന്നത്. FCRA നിയമപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെയോ റിസർവ് ബാങ്കിൻ്റെയോ മുൻകൂർ അനുമതിയില്ലാതെ ഇന്ത്യയിൽ നിന്നൊരാൾക്കും പോയി പണം വിദേശത്ത് നിന്ന് പിരിക്കാൻ കഴിയില്ല. ഇത്തരമൊരു അനുമതി കിട്ടിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വിവരാവകാശ പ്രകാരം കത്ത് കൊടുത്തിട്ടുണ്ട്. പണം അഭ്യർത്ഥിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇത് മണപ്പാട്ട് ഫൗണ്ടേഷന് വേണ്ടി പുനർജനി പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ പണം പിരിച്ചിരിക്കുന്നത്. 19.95 ലക്ഷം രൂപയാണ് ആ അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്നും വന്നിരിക്കുന്നത്. ഈ വീഡിയോയാണ് ഇപ്പോൾ VD സതീശന് കുരുക്കായി മാറിയിരിക്കുന്നത്. തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെടാത്ത ഈ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടാൻ കഴിയുക എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. CBI